ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ആ ചാനൽ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള കാഷ്യൂ ആപ്പിളിനെ കൊണ്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളാണ്, അതുപോലെ ടേസ്റ്റിയാണ് കേട്ടോ. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല, ഈ കാഷ്യൂവിൻ്റെ ഈ ഒരു ആപ്പിളിനെ കൊണ്ടുള്ള ഈ സ്നാക്ക് നമ്മൾ ചക്കപ്പം പോലെയാണ് കേട്ടോ. അതിനുള്ള അപ്പം നമ്മൾ ഉണ്ടാക്കൂലേ, അതുപോലത്തെ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് 15 കാഷ്യൂ ആപ്പിൾ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കാഷ്യൂ മാറ്റുക, പിന്നെ ആപ്പിൾ മാത്രം അരച്ചെടുക്കുക. പിന്നെ ഇതിപ്പോൾ 1.5 കപ്പ് അതിലാണ് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അരച്ചെടുത്താണ്. ഇനിയിപ്പോൾ നമുക്ക് 1/2 കിലോ വെല്ലം വേണം. അത് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനായിട്ട് യൂസ് ചെയ്യാം. കൂടുതൽ വെല്ലമായെങ്കിൽ നമ്മുടെ അപ്പം സോഫ്റ്റ് ആവില്ല കേട്ടോ, കുറച്ച് ക്രിസ്പി ആയ പോലെ ഉണ്ടാവും. അതാണ്. പിന്നെ ഒരു ബൗളിൽ തലേന്നത്തെ ചോറും കൂടെ വേണം. ഇതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കൂലേ, ആ ഒരു കൺസിസ്റ്റൻസി നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ ഒന്നെങ്കിൽ നമ്മളിത് ചൂടായ എണ്ണയിൽ നുള്ളിയിടുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു കറിച്ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു സൈഡ് മാത്രം നമ്മൾ ആകുമ്പത്ത് തന്നെ എടുത്താൽ നല്ലതാണ്. അത് ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ഇതാക്കുമ്പോൾ വെച്ചാൽ നല്ലോണം ക്രിസ്പി ആയിപ്പോവും. ഈ ഒരു അപ്പം കുറച്ച് സോഫ്റ്റായിട്ട് അപ്പം പോലെ കുറച്ച് സോഫ്റ്റായിട്ട് ഇരിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കാഷ്യൂ ആപ്പിൾ നല്ലൊരു ആസ്ട്രിജൻ്റ് ആണ്, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളെ വയറ്റിലെ കറ കളയാനൊക്കെ നല്ലതാണ്. അപ്പോൾ പൊതുവേ കുട്ടികൾക്ക് കാഷ്യൂ ആപ്പിൾ അങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലാത്തൊരു സംഭവമാണ്. കാഷ്യൂ കഴിക്കാൻ താല്പര്യമില്ലാത്തൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ സ്നാക്കായിട്ട് അവർക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു കാഷ്യൂ ആപ്പിളിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇനിയിപ്പോൾ നമ്മൾ കാഷ്യൂ എങ്ങനെയാണ് സ്റ്റീം ചെയ്ത് നട്ട്സ് വേറെ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നുള്ളത്. പൊതുവെ എല്ലാവരും എന്താ പറയുക, നമ്മൾ ചിരട്ടയിൽ കനലൊക്കെ ഇട്ടിട്ടാണല്ലോ സ്റ്റീം ചുട്ടെടുത്തിട്ടാണല്ലോ കാഷ്യൂ വേർതിരിക്കുന്നത്. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പണിയും തന്നെയാണ്, അത് കരിയാവും ചെയ്യും. പിന്നെ നമ്മൾ നട്ട്സ് വേർതിരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ്. സ്റ്റീമറിൽ നമ്മൾ 2 തട്ടിലായി കാഷ്യൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 200 കാഷ്യൂകളും ഉണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പം ഞാൻ കവർ ഇട്ടിട്ടില്ല കേട്ടോ. കയ്യിൽ അത് ശീലമുണ്ടെങ്കിൽ കുഴപ്പമില്ല. കവർ ഇട്ടിട്ടില്ലെങ്കിൽ പൊള്ളി 20 മിനിറ്റ് വെക്കുക, സ്റ്റീം ചെയ്യുക. അതെടുത്ത പാടെ എന്താ പറയുക, കത്തിയോടെ ഇങ്ങനെ മുറിച്ചിട്ട് 2ആയിട്ട് എടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടും എടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ നമ്മളത് ഒരു പാനിലിട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ കടലൊക്കെ ഇങ്ങനെ 2 കയ്യിൽ ഇങ്ങനെ തിരുമ്മിയിട്ട് തൊലി കളയൂലേ, അതുപോലെ കളയാം. നമുക്ക് നല്ല കാഷ്യൂ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ വീട്ടിൽ എന്താ പറയുക, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. സ്റ്റീമിങ് മെത്തേഡിൽ നമുക്ക് കാഷ്യൂ വേർതിരിച്ചെടുക്കാം, റോസ്റ്റ് ചെയ്യുക, കഴിക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും കാഷ്യൂ ആപ്പിളിൻ്റെ സ്നാക്കും പിന്നെ ഈ കാഷ്യൂ സ്റ്റീം റോസ്റ്റഡിലൊക്കെ ഈസിയാണ്, സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.